എടാ മോനെ, ഇത് വേറെ പാർട്ടിയാണ്, പോയി തരത്തിൽ കളിക്ക്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. അമ്പുക്കായെ പരിഹസിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് പറഞ്ഞതാ. അമ്പുക്കായുടെ പാർട്ടി രൂപീകരണത്തെ പരിഹസിച്ചാണ് PM മനോജ് ഇത് പറഞ്ഞത്. മുതിർന്ന നേതാവ് MV രാഘവന് സാധ്യമാകാത്തത് പുതിയ കാലത്ത് സാധിക്കുമെന്ന് കരുതാൻ ആർക്കും സ്വപ്നാവകാശമുണ്ടെന്നും മനോജ് പ്രതികരിച്ചു. ഫേസ്ബുക്കിലൂടെ ആയിരുന്നു പ്രതികരണം. മനോജിന്റെ കുറിപ്പൊന്ന് കേൾക്കാം. 80കളുടെ തുടക്കത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് MVR ആയിരുന്നു. ബദൽ രേഖ വന്നപ്പോഴും MVRനോട് ആരാധന തന്നെ. അന്ന് സമരത്തിൽ പങ്കെടുത്ത് അടിയും കൊണ്ട് തെറിയും കേട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ജലക്ഷാമം രൂക്ഷം. MVR ജയിലിലെത്തി. ഞങ്ങളോട് വ്യക്തിപരമായ അന്വേഷണങ്ങൾ, മുറിവുകൾ തൊട്ടുനോക്കി ആശ്വാസവാക്കുകൾ, ചികിത്സ നൽകാൻ ജയിൽ സൂപ്രണ്ടിന് കഠിന നിർദ്ദേശം, അഞ്ചരക്കണ്ടിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ഉഗ്രശാസന. ഞങ്ങൾ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ MVRന്റെ പുതിയ പാർട്ടിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നു. നാടാകെ യോഗങ്ങൾ, ഓരോന്നിലും വൻ ജനാവലി. അന്ന് ചാനലുകളില്ല, പത്രങ്ങൾ വിധിയെഴുതി. മാർക്സിസ്റ്റ് പാർട്ടി തീർന്നു. MVRന്റെ പൊതുയോഗങ്ങൾ കാണുന്ന ആർക്കും തോന്നുമായിരുന്നു ഇനി CPIM ഉണ്ടാകുമോ എന്ന്. ഒന്നും സംഭവിച്ചില്ല. 1987 വൻ ഭൂരിപക്ഷം നേടി LDF വന്നു. MVRന്റെ പാർട്ടി സഭയിലെ ഏകാംഗ കക്ഷിയായി. MVRന് സാധിക്കാത്തത് ഈ പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് കരുതാൻ ആർക്കും സ്വപ്നാവകാശമുണ്ട്. പക്ഷേ എടാ മോനെ, ഇത് വേറെ പാർട്ടിയാണ്, പോയി തരത്തിൽ കളിക്ക്. കേട്ടല്ലോ, അൻവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ആരും ബേജാറാവണ്ട, ശിശുവല്ലേ. പഠിക്കാൻ ഇത്തിരി സമയമൊക്കെ വേണ്ടി വന്നു, അങ്ങനെ പഠിച്ചു വന്നതേ ഉള്ളൂ. പല വാതിലുകളും കുറച്ച് ദിവസമായി മുട്ടി. ഏറ്റവും ഒടുവിൽ മുട്ടിയത് തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ്റെ വാതിലിലാണ്. അതും നടക്കുമെന്ന് തോന്നുന്നില്ല. അൻവർ ആ വാതിലിൽ മുട്ടിയതറിഞ്ഞ് ഇവിടുത്തെ കാരണഭൂതൻ പാര വെച്ചുവെന്നാണ് കേൾക്കുന്നത്. കാരണഭൂതനും സ്റ്റാലിനും നല്ല അടുപ്പമാണ്, പല കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കാരണഭൂതൻ പറഞ്ഞാൽ സ്റ്റാലിൻ കേൾക്കാതിരിക്കില്ല. ഇനി അമ്പൂക്ക എന്ത് ചെയ്യും? കാത്തിരുന്ന് കാണാം.